പേര് മാറ്റി വെക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? തന്നെയുമല്ല, കെ സുരേന്ദ്രൻ ഏതായാലും ജയിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഏത് തരത്തിലുള്ള വാഗ്ദാനം നടത്താനും അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടാവില്ല. അതിനൊന്നും ജനങ്ങൾ വീഴാൻ പോകുന്നില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ആദ്യം മുതലേ വ്യക്തമാണ്. ഞാനിന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് നിയമസഭയിൽ ഏകണ്ഠമായി ഞങ്ങളിത് പാസ്സാക്കി. ഈ പ്രമേയത്തിന്, ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം ഏകണ്ഠമായി പാസ്സാകുന്നത് ഞാൻ ഇവിടെ ചേർന്നുകൊണ്ടാണ്. ഞാൻ മുൻകൈ എടുത്തു. ഒരുമിച്ച് ഞങ്ങൾ സമരവും ചെയ്തു. പിന്നെ അത് രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് പിണറായി വിജയൻ ആ സമരം കൊണ്ടുപോയപ്പോഴാണ് ഞങ്ങളതിൽ നിന്ന് പിന്മാറുന്നത്. കോടതിയിൽ കേസ് കൊടുത്ത മുസ്ലിം ലീഗ് ഞാനുമാണ്. ഇതിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്ത ആയിരക്കണക്കിന് ആളുകളുടെ പേര് കേസെടുത്തു. ഒരു കേസ് പോലും വിഡ്രോ ചെയ്തില്ല. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് കുറച്ച് കേസുകൾ വിഡ്രോ ചെയ്തത്. എന്ത് ആത്മാർത്ഥതയാണ്! പിന്നെ ശ്രീകണ്ഠനോടത്ത് അങ്ങനെ എതിരായിട്ട് വോട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ തെറ്റായ പ്രകടന പത്രികയിൽ വായിച്ചു നോക്കിയാൽ ഉൾപ്പെടുത്താം. അതിനകത്ത് ഓരോന്നോരോന്ന് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. 10 വർഷത്തിനിടയിൽ നടന്ന NDA ഗവൺമെൻറ് കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും പിൻവലിക്കുമെന്ന് വ്യക്തം. കാരണം 370 ഉണ്ട്, അതോടൊപ്പം തന്നെ പൗരത്വ നിയമ ഭേദഗതിയുണ്ട്, പിന്നെ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചുണ്ട്, നിരവധിയായ ഇത്തരം നിയമങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരുമിച്ച് പറഞ്ഞത്. തന്നെയുമല്ല, അത് ഞങ്ങൾ ആദ്യം മുതൽ വ്യക്തമാക്കിയ കാര്യമാണ്. ഇവിടെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അനാവശ്യ പ്രചരണം നടത്തുകയാണ് ഈ കാര്യത്തിൽ. ഒരു ഭാഗത്ത് മോഡി ഇത് കൊണ്ടുവന്ന് ഹിന്ദുക്കളുടെ വോട്ട് നോക്കാൻ നോക്കും. അപ്പോൾ അദ്ദേഹം നോക്കുന്ന പോളറൈസേഷനാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? വർഗീയമായി ചേരിതിരിവുണ്ടാക്കാനാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ശ്രമിക്കുന്നത്. ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ ഒറ്റ നിലപാടേ ഉള്ളൂ. ഈ പൗരത്വ നിയമ ഭേദഗതി ഒരിക്കലും നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ ഇത് പിൻവലിക്കും. അല്ല, അദ്ദേഹം കുറച്ച് നാളായിട്ട് ആക്റ്റീവ് ആയിരുന്നില്ല. നല്ലൊരു പ്രവർത്തകനാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. പക്ഷേ അദ്ദേഹം കോൺഗ്രസ് നേതൃത്വവുമായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് അകന്നു നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. പിരാകരിൽ പരിപാടിയുണ്ട്. എല്ലായിടത്തും പൂർണ്ണമായ പരാജയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പരാജയം മറച്ചു വെക്കാനാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നത്. ശമ്പളം കൊടുക്കുന്നില്ല, പെൻഷൻ കൊടുക്കുന്നില്ല, സർക്കാർ ജീവനക്കാർ റിട്ടയർ ചെയ്തവർക്ക് പെൻഷനില്ല, ഒരു വികസനവും നടക്കുന്നില്ല നാട്ടിൽ. അതിന് പകരം പൗരത്വ നിയമ ഭേദഗതിയെ പോലെയുള്ള വികാരപരമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. അപ്പോൾ അത് ഈ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആളുകൾ വിസ്മരിക്കുമെന്ന് കരുതിയാണ്. ആരും വിസ്മരിക്കില്ല. ഇത്തവണ കേരള ജനത ഒറ്റക്കെട്ടായിട്ട് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ദുർഭരണത്തിനെതിരായി ഒരുമിച്ച് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അല്ലല്ല, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കേന്ദ്രമല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഇവിടെ സാമ്പത്തിക രംഗത്ത് ഈ തകർച്ചയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദി തോമസ് ഐസക്കാണ്. അനാവശ്യമായ കടം മുഴുവൻ എടുക്കുക. മസാല ബോണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാനാണ് നിശ്ചിതമായി എതിർത്തത്. 9.97% പലിശയ്ക്ക് മസാല ബോണ്ട് വാങ്ങിച്ചിട്ട് അത് 6.5% കേരളത്തിലെ ബാങ്ക് ഷെഡ്യൂൾ ബാങ്കിൽ, നാഷണലൈസ് ബാങ്കിൽ ഇടുകയാണ്. അനാവശ്യമായ ധൂർത്തും അഴിമതിയും കാണിച്ച് കേരളത്തെ തകർത്ത ഒരാളാണ്. അതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പ്രയാസം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതുകൊണ്ടാണ്.